ഓൺലൈൻ തട്ടിപ്പിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട പരാതിയിലെ അന്വേഷണം ചെന്നെത്തിയത് ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പ്രഭവ കേന്ദ്രത്തിലേക്ക്. മലപ്പുറം സൈബർ പോലീസ് മടിക്കേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഡൽഹി സ്വദേശി അബ്ദുൾ റോഷനിൽ നിന്ന് കണ്ടെടുത്തത് വിവിധ കമ്പനികളുടെ 40,000-ലേറെ സിം കാർഡുകളും 180-ലേറെ ഫോണുകളുമാണ്. ഉപഭോക്താവ് അറിയാതെ അവരുടെ പേരിൽ എടുത്ത സിം കാർഡുകൾ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറുകയാണ് ഇയാൾ ചെയ്യുന്നതെന്നാണ് പോലീസിന് ലഭ്യമായ ആദ്യ വിവരം. അതിലും വലിയ കുറ്റകൃത്യങ്ങൾക്ക് ഈ സിം കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ. വേങ്ങര സ്വദേശിയായ യുവാവ് സമൂഹ മാധ്യമത്തിൽ കണ്ട ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെയാണ് തട്ടിപ്പിൽപ്പെട്ടത്. ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിന്റെ ഷെയർ മാർക്കറ്റിന്റെ സൈറ്റിന്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി ആ ലിങ്കിൽ കയറിയിട്ട് 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. തുടർന്ന് വാട്സാപ്പിൽ ട്രേഡിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ വന്നു തുടങ്ങി. വൻ ലാഭം വാഗ്ദാനം ചെയ്ത യുവാവിൽ നിന്ന് വിവിധ അക്കൗണ്ടുകളിലൂടെ 1.08 കോടി രൂപ വാങ്ങിയെടുത്തു. തട്ടിപ്പ് മനസ്സിലാക്കിയ യുവാവ് പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ യുവാവിനെ സമീപിക്കാൻ ഉപയോഗിച്ച വാട്സപ്പ് നമ്പറുള്ള സിം നൽകിയത് അബ്ദുൾ റോഷനാണെന്നും കണ്ടെത്തി. ഇതോടെ സംഘം മടിക്കേരിയിലെത്തി കർണാടക പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. റോഷനിൽ നിന്നും കണ്ടെടുത്ത 40,000-ലധികം സിം കാർഡുകളിൽ 1,500-ഓളം എണ്ണം ഇപ്പോഴും ആക്റ്റീവാണ്. ഉപയോഗിക്കാനുള്ള 2,000 പുതിയ സിം കാർഡുകൾ വേറെയും കൈവശമുണ്ട്. ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം സൈബർ നോഡൽ ഓഫീസറായ ഡിവൈഎസ്പി VS ഷാജു, മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.